ഫസൽ ഗഫൂർ CBSE അധ്യാപകരുടെ സംസ്ഥാന സംഗമത്തിൽ നടത്തിയ വിവാദ പ്രസംഗം കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സ്ത്രീവിരുദ്ധവും അശ്ലീലവുമായ പരാമർശങ്ങൾ കൂടാതെ വിദ്യാഭ്യാസ സാമൂഹിക വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ തുടങ്ങിയവ പൊതുസമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്കിടയാക്കി. പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും അധ്യാപകരുടെ ക്യാമ്പുകളെ കുറിച്ചുമുള്ള പരാമർശങ്ങൾ വ്യക്തമായി എതിർക്കപ്പെട്ടിട്ടുണ്ട്. മാറമറയ്ക്കാനുള്ള സമരത്തിൽ നിന്ന് ഇന്ന് കാണിക്കാനുള്ള സമരത്തിലേക്കാണ് സ്ത്രീകൾ മാറിയതെന്നാണ് ഫസൽ ഗഫൂറിന്റെ ഒരു പ്രധാന ആരോപണം. ഒരു കൂട്ടം സ്ത്രീകൾ മുഖം മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന സ്ത്രീകളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും വസ്ത്രധാരണ രീതിയെയും അധിക്ഷേപിക്കുന്നതാണെന്നാണ് പല കോണുകളിൽ നിന്നും വിമർശനമുയരുന്നത്. കൂടാതെ ചില സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെ ചെറിയ കോഴിക്കാലൊക്കെ കാണിച്ച് നടക്കാറുണ്ട് എന്ന് വിശേഷിപ്പിച്ചതും വലിയ വിമർശനങ്ങൾക്കാണ് കാരണമായിട്ടുള്ളത്. ഇതിൽ വിരോധനമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് മുജാഹിദുകളും മതപണ്ഡിതന്മാരുമൊക്കെ നടക്കുന്നത് പോലെ ട്രൗസർ കുറച്ച് പൊക്കി നടക്കുന്നു എന്ന് കരുതിയാൽ മതി എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തതും വലിയ വിവാദമായി. എന്നാൽ അത് വല്ലാതെ പൊന്തരുത്, കാണിക്കാൻ പറ്റുന്ന വലുതുമൊക്കെ കാണിക്കണം. ഈ കോഴിക്കാലൊക്കെ കാണിച്ചിട്ട് എന്ത് കാര്യമാണുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചത് അശ്ലീല പരാമർശമായി വ്യാഖ്യാനിക്കപ്പെട്ടു. പ്രസംഗത്തിലെ മറ്റൊരു വിവാദ ഭാഗം അധ്യാപികമാർ പങ്കെടുക്കുന്ന ക്യാമ്പുകളെ കുറിച്ചുള്ളതാണ്. അധ്യാപികമാർ പല ക്യാമ്പുകളിലും പങ്കെടുക്കാറുണ്ട്. പക്ഷെ ആ ക്യാമ്പുകളെ കൂത്തമ്പലമാക്കി മാറ്റരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ അവിടെ ആട്ടവും പാട്ടും ഒന്നും വേണ്ട, DJ വെച്ച് ടീച്ചർമാർ തുള്ളണ്ട, തൊട്ടുകളിയും ചുറ്റിക്കളിയും ഒന്നും വേണ്ട, വേറെ പല കളികളുമുണ്ട്, അതായിക്കോട്ടെ. പ്രൈവറ്റ് കളികളെ പറ്റി ഒന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ പബ്ലിക് കളി സൂക്ഷിച്ചു വേണമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അധ്യാപികമാരെ പൊതുസമൂഹത്തിൽ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടു. അധ്യാപകർക്ക് ആധുനിക കാലഘട്ടത്തിലെ വിനോദങ്ങൾ ഉണ്ടായിരിക്കാവുന്ന താല്പര്യങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും വിമർശകർ അഭിപ്രായപ്പെട്ടു. പ്രസംഗത്തിൽ ഫസൽ ഗഫൂർ വിദ്യാഭ്യാസ മേഖലയിലെ ചില നിലപാടുകളും പങ്കുവച്ചു. ഇന്ത്യൻ ഭാഷകളുടെ മാതാവ് സംസ്കൃത ഭാഷയാണെന്ന് പറയുന്നത് സവർണാധിപത്യമാണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ചരിത്രകാരന്മാരുടെ ഇടയിൽ സംവാദത്തിന് വഴിവെച്ചേക്കാം. ഹിന്ദി, ഉറുദു ഭാഷകളിൽ നിന്ന് ഇന്ത്യൻ ഭാഷകൾ ഉണ്ടായതാണെന്നും അദ്ദേഹം വാദിച്ചു. കൂടാതെ മലയാളം പഠിക്കാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു. പാഠപുസ്തകങ്ങളിൽ ചരിത്രങ്ങൾ വളച്ചൊടിച്ച് ആര്യവൽക്കരണം നടത്തുന്നതിനെതിരെയും അദ്ദേഹം നിലപാടെടുത്തു. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി കേരളത്തിലെ ഒരു പ്രമുഖ വിദ്യാഭ്യാസ സംഘടനയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ അതിന്റെ പ്രസിഡന്റായി ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്നു. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പ്രസംഗം സംഘടനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലവൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ലായിരുന്നു എന്നും പല വിദ്യാഭ്യാസ വിദഗ്ധരും അഭിപ്രായപ്പെട്ടു. ഫസൽ ഗഫൂറിന്റെ പ്രസംഗത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും പൊതുരംഗത്തും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സ്ത്രീകളെ ലൈംഗിക വസ്തുവായി കാണുന്നതിന്റെ പ്രതിഫലനമാണെന്ന് പലരും ആരോപിക്കുന്നു. വിദ്യാഭ്യാസ പ്രവർത്തകരും സ്ത്രീ സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ശക്തമായി അപലപിച്ചു. ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതായിരുന്നുവെന്നും ഈ പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പല കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ഈ പ്രസംഗം കേരളത്തിന്റെ പുരോഗമനപരമായ പൊതുബോധത്തിന് വിരുദ്ധമാണെന്നും സ്ത്രീകളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും വിലമതിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം പ്രസ്താവനകൾക്ക് സ്ഥാനമില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു സംവാദത്തിന് തുടക്കമിടുന്നതിന് പകരം അദ്ദേഹം വ്യക്തിഹത്യ നടത്തുന്നതും സ്ത്രീകളുടെ തിരഞ്ഞെടുപ്പുകളെ മോശമായി ചിത്രീകരിക്കുന്നതുമാണ് ചെയ്തതെന്നും വിലയിരുത്തപ്പെടുന്നു. ഫസൽ ഗഫൂറിന്റെ പ്രസംഗം ഒരു വ്യക്തിയുടെ അഭിപ്രായ പ്രകടനത്തിനപ്പുറം ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ നിലപാടായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ MES സംഘടനയുടെ ഔദ്യോഗിക പ്രതികരണം എന്തായിരിക്കുമെന്നും സമൂഹം ഉറ്റുനോക്കുന്നു. ഈ വിവാദം കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തിലും സാംസ്കാരിക മേഖലയിലും വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുമെന്നതും പ്രതീക്ഷിക്കുന്നതാണ്. ഫസൽ ഗഫൂറിന്റെ പ്രസ്താവനകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ചില സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.